സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വസ്ത്രം വാങ്ങുക, പ്രത്യേകിച്ച് സാരി. ഒരു സ്ത്രീ ഒരു സാരി വാങ്ങിയിട്ട് 30 വർഷമായി. കാശില്ലാത്തതുകൊണ്ടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ വരുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവാണെങ്കിൽ ലോക പ്രശസ്തൻ. മാത്രമല്ല, അവരുടെ മരുമകൻ 2 ദിവസം മുമ്പ് വരെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായില്ല. സുധാമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭാ അംഗത്തെക്കുറിച്ചാണ്. അവർ സാരി വാങ്ങാത്ത കഥയെക്കുറിച്ചും സാറിനറിയാം, പ്രേക്ഷകരോട് നമുക്കൊന്ന് പറയാം. പക്ഷേ രാജ്യസഭയിൽ സുധാമൂർത്തി നടത്തിയ പ്രസംഗം അതിഗംഭീരം. സമീപകാലത്ത് നിന്നും ഇത്രയും നോവലായിട്ടുള്ള, ഫാൻറ്റാസ്റ്റിക്കായിട്ടുള്ള ഒരു പ്രസംഗം നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. അവരുടെ ആ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടല്ലോ, പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. നമുക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. പൊതുവേ നമ്മുടെ ചികിത്സാ രംഗം തന്നെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും. അവർ സാധാരണ ഇങ്ങനത്തെ അംഗങ്ങളൊക്കെ ആവുമ്പോൾ അധികം സമയമൊന്നും പ്രസംഗിക്കാൻ കൊടുക്കില്ല. 5 മിനിറ്റാണ് അവർക്ക് പ്രസംഗിക്കാൻ കൊടുത്തത്. അത് പക്ഷേ അതിലെ ഉള്ളടക്കത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം അത് 11 മിനിറ്റ് നീട്ടിക്കൊടുത്തു. അവർ മാർച്ചിലാണ് അവരെ ദ്രൗപദി മുർമു രാഷ്ട്രപതി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ MP ആയിട്ട്, രാജ്യസഭാംഗമായിട്ട് 12 പേരെ നോമിനേറ്റ് ചെയ്യാമല്ലോ, അതിൽ നോമിനേറ്റ് ചെയ്തത്. ഇത് കന്നിപ്രസംഗമായിരുന്നു അവരുടെ രാജ്യസഭയിൽ. അപ്പോൾ ആ പ്രസംഗം നോക്കുമ്പോൾ അതിലവർ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പെൺകുട്ടികൾക്ക് ഗർഭാശയ ക്യാൻസർ വരുമല്ലോ, അത് കൂടി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ നേരത്തെ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് ഈ വാക്സിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ക്യാൻസർ വരുന്നത് തന്നെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ അമേരിക്കയിലുമൊക്കെ 20 കൊല്ലമായിട്ട് അത് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നൊക്കെ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴാണ് ഇത് നീട്ടിക്കൊടുക്കാനുള്ള തന്നെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത് ഇന്ത്യയുടെ പൈതൃകത്തിനെ പറ്റിയാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകം അതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യാന്തര സാംസ്കാരിക പട്ടികയിൽ, ലോക പൈതൃക പട്ടികയിൽ ചിലതൊക്കെ നമ്മുടെ മറ്റ് സ്മാരകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ പട്ടികയിൽ പെടുത്താവുന്ന ധാരാളം, ലോക പൈതൃക പട്ടികയിൽ പെടുത്താവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെ പെടുത്തിയാൽ എന്താണ്, അങ്ങോട്ടുള്ള വിനോദസഞ്ചാരം ആകർഷിക്കാൻ കഴിയും. ടൂറിസത്തിന് നമുക്ക് സത്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയൊന്നുമില്ല, ഇത്രയും വർഷത്തെ സംസ്കാരം പാരമ്പര്യം ഒക്കെ ഉണ്ടായിട്ടും. അങ്ങനെ അവർ പറഞ്ഞ സ്മാരകങ്ങളിൽ ശ്രാവണബെലഗോളയിലെ ബാഹുബലി പ്രതിമ, മധ്യപ്രദേശിലെ മാണ്ടു, ത്രിപുരയിലെ ഉണാകോട്ടി ശിലാശില്പങ്ങൾ ശരിക്കും ഈ പാറപ്പുറം മുഴുവൻ വരച്ചു വെച്ചിരിക്കുകയാണ് നല്ല രസത്തിൽ. കശ്മീരിലെ മുഗൾ ഗാർഡൻ, ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു മിസോറാമിൽ ജീവിക്കുന്ന വേരുപാലങ്ങൾ. അതാണ് ഞാൻ ശ്രദ്ധിക്കാതെ, ഞാൻ വായിച്ചിട്ടുണ്ട്. റോഡ് ബ്രിഡ്ജസ്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഉള്ള അങ്ങനെ വേരുപാലങ്ങൾ എന്ന് പറയുന്നത്, അത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശീമയാൽ, ഈ റബ്ബർ ഫാക്ടറി എന്ന് പറയുന്നത് ഇവിടെയും കാണാറുണ്ട്. ആലിൽ നിന്ന് പാല് വരും, ധാരാളം ഈ വേരുകൾ, പിന്നെ ആകാശ വേരുകൾ, മുകളിൽ വേരുകൾ ധാരാളം ഉണ്ടാവും. ഈ ആകാശ വേരുകൾ കൈകൊണ്ട് ഗൈഡ് ചെയ്യുക, എന്നിട്ട് ഈ വലിയ തോടുകളൊക്കെ ഉണ്ടല്ലോ, ആ തോടുകളുടെ മുകളിലേക്ക് വേരുകൾ വളരാനായിട്ട് അനുവദിക്കുക, സംവിധാനം ചെയ്യുക. അതിന് നമ്മുടെ ഈ അടയ്ക്കാമരത്തിൻ്റെ തടി വെട്ടിയിട്ട് പൊള്ളയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ടാൽ ഇത് അറ്റം വരെ അങ്ങ് ചെന്നോളും. അത് അപ്പോൾ അവിടുത്തെ നാടൻ ഒരു രീതിയാണ്. അങ്ങനെ വൃക്ഷം ജീവിക്കോളം ഈ പാലവും ജീവിച്ചോളും. ഈ പാലങ്ങൾ, ഈ ഒരു പാലത്തിൽ കൂടി 50 പേർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാതൃഭൂമി യാത്ര മാസികയിലെ ഇതിൽ ഈ പാലങ്ങളെ കുറിച്ചൊരു ഫീച്ചർ വന്നിരുന്നു. കല്ലുകൾ, വടികൾ ഒക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യാം. മേഘാലയയിൽ ഇത് സർവ്വസാധാരണമാണ്. പശ്ചിമ ജയന്തിയ, പൂർവ്വഗാസി ഹിൽസ്, ആ ജില്ലകളിൽ. ഇതിൽ ഏറ്റവും വലുത് ഗാസി പട്ടണമായ പൈനൂർ സ്ലയിൽ 160 അടി പാലം
നാഗാലാൻഡ്, ജാവ, സുമാത്ര, ഇങ്ങനെയൊക്കെ സത്യത്തിൽ നമ്മൾ ഇവിടെയൊക്കെ ഈ SFI ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഈ എനർജി ഉണ്ടല്ലോ, വേസ്റ്റ്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ അങ്ങനെ വഴിതിരിച്ചു വിട്ടാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും ധാരാളം. അതിന് SFI, അപ്പം പിന്നെ SFI എന്തിനാ? അതിനാണോ SFIയുടെ ലക്ഷ്യം? അതിനു വേണ്ടിയിട്ടല്ലല്ലോ. സാർ എന്തൊക്കെ മറന്നു പോകുന്നത്? ഞാൻ എന്താന്ന് വെച്ചാൽ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ NCC കാളകൂട വിഷത്തിന് പാൽപ്പായസം ഒന്ന് പേരിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവര് ഈ സാരി ഉപേക്ഷിച്ച കഥ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകൻ നോക്കുക, സാരിയുടെ കാര്യം എന്താ പറയാത്തത്? അത് ദ വോയിസ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞ മാസികയായിട്ട് നടത്തിയ അഭിമുഖത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. വോയിസ് ഓഫ് ഫാഷൻ എന്നൊക്കെ പറഞ്ഞ മാസിക എന്തിനുള്ളതാണ്? ഫാഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇവർ സമ്പൂർണ്ണമായിട്ടും അതിനെ തകർത്ത് കളയുന്നൊരു വിളിച്ചതേ അബദ്ധമായി എന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ്. അവർ 20 കൊല്ലമായി ഷോപ്പിംഗ് നടത്താറില്ല. ഈ കാശിയിൽ പോയാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ത്യജിക്കണം എന്നൊരു ഹിന്ദു വിശ്വാസം ഉണ്ട്. അത് മുമ്പ് ഞാനൊരു കഥ വായിച്ചത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ധനികനായ ഒരാൾ പറഞ്ഞതായിട്ട് എവിടെയോ വായിച്ചത്, എനിക്ക് ത്യജിക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മാനം ത്യജിച്ചു. അതുകൊള്ളാം. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കൊല്ലം മുമ്പ് കാശി പോയപ്പോൾ ഇഷ്ടപ്പെടുന്നത് ത്യജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗംഗാ നദിക്ക് ഒരു വാക്ക് കൊടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ ഷോപ്പിംഗ് നിർത്തും. അങ്ങനെ 30 കൊല്ലമായിട്ട് അവർ സാരി വാങ്ങിച്ചിട്ടില്ല. സാരി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സാരി മാത്രമല്ല മറ്റേ ഒന്നിനും അവർ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. കാരണം അത് കുടുംബം അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ കാണുന്ന മുത്തശ്ശി, മുത്തച്ഛൻ, അമ്മ, അച്ഛൻ, അവരൊക്കെ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് എന്താണ് എന്ന് അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട്. മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും 6 കൊല്ലം മുമ്പ് അമ്മ മരിച്ചു. ഇവരുടെ അമ്മ കഴിഞ്ഞ ശേഷം ഇവരുടെ അമ്മയുടെ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളുണ്ടല്ലോ, അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്ന വസ്തുക്കൾ, ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അരമണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. അവരുടേതായി അവർ ഈ ഭൂമിയിൽ അവശേഷിച്ചു പോയ സംഗതികൾ 8-10 സാരി ഉണ്ടായിരുന്നുള്ളൂ അവരുടേതായിട്ട്. 22 വർഷം മുമ്പ് മുത്തശ്ശി മരിച്ചപ്പോൾ മുത്തശ്ശിക്ക് 4 സാരിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലളിതമായി ലോകത്തിൽ സഞ്ചരിച്ചവരാണ് അവർ. സഹോദരിമാരും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ അവർക്ക് ചിലപ്പോഴൊക്കെ സാരി കൊടുക്കാറുണ്ട്, ഇരുന്നോട്ടെ എന്ന് വെക്കും. അല്ലാതെ അവരായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നില്ല. പിന്നെ അവർ ഇൻഫോസിസ് ഫൗണ്ടേഷൻ അത് അവരാണ് നടത്തുന്നത്. ഒരുപാട് പേരെ സഹായിക്കുന്ന ഫൗണ്ടേഷനാണത്. സ്കോളർഷിപ്പ്, പാവപ്പെട്ട കുട്ടികൾക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ NGOസുമൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ ഏറ്റവും സൂക്ഷിക്കുന്നത്, ചെറിഷ് ചെയ്യുന്നത് 2 സാരി, അത് കൈകൊണ്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ്. അത് ഇവർ സഹായിച്ച 2 സ്ത്രീകൾ NGOയുമായി ബന്ധപ്പെട്ടത്, അവർ കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തതാണ്. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അതാണ് അവർ പറഞ്ഞിട്ടുണ്ട്. വിവാഹ സമയത്ത് നാരായണമൂർത്തി അവർക്ക് 2 സാരിയെ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ വേണമെന്ന് തോന്നുകയും ചെയ്തിട്ടില്ല. അതല്ലാതെ ഈ ഫാഷൻ ഡിസൈനർമാർ ചില സീസണുകളിൽ കളക്ഷൻസ് എന്നൊക്കെ ഇറക്കാറുണ്ട്. സമ്മർ എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? നമ്മളിപ്പോൾ കാണാറുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു വിവരമില്ല. അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താ, ഫാഷൻ എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അതങ്ങ് നിറവേറ്റി കൊണ്ട്
നമ്മൾ പോയാൽ മതിയല്ലോ. ഞങ്ങളുടെ വീട്ടിൽ, അതായത് നാരായണമൂർത്തിയും ഞാനും താമസിക്കുന്ന വീട്ടിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള കാര്യമേ ഉള്ളൂ. അതെന്താണ്ട് വളരെ ചെറിയ വീടായിട്ടാണ് കേട്ടോ. ഞാൻ നാരായണമൂർത്തിയുടെ ഇൻ്റർവ്യൂവിലൊക്കെ നേരത്തെ വായിച്ചിരിക്കുന്നത്. എന്തോ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയോ മറ്റോ വരുന്ന 3 ബെഡ്റൂമോ അങ്ങനത്തെ ഒരു വീടായിട്ടാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഈ നാരായണമൂർത്തിയെ പറ്റി പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടിയ ഒരു സംഗതി, ഇങ്ങനെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അൽബേനിയയിലോ അവിടെ എവിടെയോ പോയി കഴിഞ്ഞപ്പോൾ രാത്രി എന്തോ ഭക്ഷണം കഴിക്കാൻ അക്കോമഡേഷനോ മറ്റോ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ ട്രാഫിക്കോ എന്തോ പോലീസ് പിടിച്ചുകൊണ്ട് പോയിക്കോളും എന്ന് ആരോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ലംഘനം നടത്തിയപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടന്നു ആ രാത്രി. നാരായണമൂർത്തിയെ പറ്റി വളരെ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളൊരു കഥയാണത്. അങ്ങനെ ഈ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വസ്ത്രങ്ങളും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഇൻഫോസിസ് എന്ന് പറഞ്ഞ് നാരായണമൂർത്തി 4 സുഹൃത്തുക്കളും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം 6,62,000 കോടി രൂപയാണ്. എന്നിട്ടാണ് ഇങ്ങനെ നാരായണമൂർത്തി അടുത്ത കാലത്ത് 4 മാസം പ്രായമുള്ള കൊച്ചുമകൻ ഏകാഗ്രഹ് മൂർത്തി, അയാൾക്ക് 240 കോടി രൂപയുടെ ഓഹരി എഴുതി വെച്ചു. സ്വന്തം കയ്യിലുണ്ടായിരുന്നതിൽ നിന്ന് 250 കോടി മോനെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവരുടെ മകൻ റോഹൻ അയാളുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ അയാൾ സ്വന്തം സ്ഥാപനത്തിൽ, അച്ഛനുണ്ടാക്കിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെത്താനെ സൊറോക്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോമേഷൻ രംഗത്താണ് ഈ സൊറോക്കോ പ്രവർത്തിക്കുന്നത്. അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് റോഹൻ പറയാറുണ്ട്. പിന്നെ വേറൊരാൾ അമ്മാവൻ, അത് അമ്മയുടെ സഹോദരൻ ശ്രീനിവാസ് കുൽക്കർണി, അങ്ങേര് ആസ്ട്രോഫിസിക്സ് പ്രൊഫസറാണ് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. ആസ്ട്രോഫിസിക്സ് പ്രൊഫസറാണ് അദ്ദേഹം. ഈ കോർണലിൽ ഗ്രാജുവേറ്റാണ്. ഹാർവാർഡിൽ നിന്ന് PhD എടുത്തിട്ടുണ്ട്. ആര്? ഈ റോഹൻ. 1.67% ഷെയർ ഉണ്ട് റോഹന് ഇൻഫോസിസിൽ. അതിന് ഡിവിഡൻഡ് കിട്ടുന്നത് ഒരു വർഷം 106.42 കോടി രൂപ ആണ്. അങ്ങേർക്കും ഈ പറഞ്ഞ പോലെ ആഡംബരം ധൂർത്ത് ഒന്നുമില്ല. ഈ ഹവേരി ജില്ലയിൽ ആണ് ജനിച്ചത് ഇവര്, സുധാമൂർത്തി. കർണാടക, മൈസൂര്. എഞ്ചിനീയറിങ്ങിനൊക്കെ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ME ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ് പഠിച്ചത് അവർ. അത് കഴിഞ്ഞിട്ട് അവർ ടെൽക്കോയിൽ ജോലി കിട്ടി. ടെൽക്കോയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഓർമ്മ, അന്ന് ടെൽക്കോയിൽ ആദ്യം ഇവർ അപേക്ഷിച്ചിട്ട് റാങ്കൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ സ്ത്രീകളെ ഇവിടെ എടുക്കുന്നില്ല എന്നോ മറ്റോ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഖേദിക്കുന്നു എന്നോ മറ്റോ പറഞ്ഞിട്ട് ഇവർക്കൊരു കത്ത് കിട്ടി. അത് കഴിഞ്ഞ് അവർ വീണ്ടും അതിന് മറുപടി അയച്ചിട്ട് അത് ശരിയല്ല, ഞാൻ പിന്നെ എന്തിനാണ് ഈ അധ്വാനിച്ച് ബിരുദം നേടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കത്തെഴുതി ജോലി സമ്പാദിച്ചതായിട്ട് ഞാൻ മുമ്പ് അഭിമുഖത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവർ 30 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിലിപ്പോൾ പഫിൻ എന്നൊക്കെ പറഞ്ഞ പെൻഗ്വിൻ്റെ ഈ ചിൽഡ്രൻസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പുസ്തകമാണ്. 28 ലക്ഷം കോപ്പികൾ ഇവരുടെ പുസ്തകങ്ങൾ ഇതുവരെ വിറ്റിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 7 ഓണററി ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷിലൊന്നും പ്രസംഗിച്ചു വലിയ ശീലമില്ല, നിങ്ങളെപ്പോലെ ഒന്നും പറഞ്ഞ ശീലമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രസംഗമാണിപ്പോൾ വൈറലായിരിക്കുന്നത്. ഏറ്റവും അതും 10 മിനിറ്റിലൊക്കെ പറയുന്നത്. അതായത് ഏറ്റവും അഭിമാനകരമായ ഒരു മഹതിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അത് എൻ്റെ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഇതൊന്നുമല്ല, ഈ അക്കാദമിക് പരിവേഷങ്ങളോ അല്ലെങ്കിൽ ബ്രില്യൻസോ അവരുടെ ചാരിറ്റിയോ അവരുടെ ജീവിത രീതിയോ ഒന്നുമല്ല, അവരുടെ സമ്പത്തോ അല്ല. പക്ഷേ ആ ജീവിത രീതിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആ വഴിവക്കിൽ
അടുപ്പ് കൂട്ടിയിരിക്കുന്ന ഒരു സുധാമൂർത്തിയുടെ ചിത്രമാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അന്ന് അതിൻ്റെ പേരിൽ ഈ സുധാമൂർത്തിയെ കേരളത്തിലെ ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും വലിയ തോതിൽ ആക്രമിച്ചതും ഞാൻ ഓർമ്മിക്കുന്നു. അയ്യോ, അവർക്ക് ഇങ്ങനെയുള്ള കുലീനയായ മാതൃകയായ ഒരു സ്ത്രീരത്നം അവർ വന്നിട്ട് അവരുടെ വിശ്വാസപ്രകാരം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടതിനെ പോലും അസഹ്യതയോടെ കാണുന്ന ഇൻടോളറൻസിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. സുധാമൂർത്തിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം മേടിച്ചിട്ടാണ് നാരായണമൂർത്തി ഇൻഫോസിസ് തുടങ്ങുന്നത്. അതെ അതെ, ആ കൈപുണ്യം അല്ലേ, ഒരു വെള്ളി നാണയം നമുക്ക് തന്നിരുന്നെങ്കിൽ. അതെ 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 അതെ. ഇനി ഏതെങ്കിലും ഒരു വിഷു വരട്ടെ.